തൃശ്ശൂരിൽ സംഭവിച്ച വെടിക്കെട്ട് അപകട ദുരന്തം അത് യഥാർത്ഥത്തിൽ സർക്കാർ സ്പോൺസർ ചെയ്തത് തന്നെയാണോ എന്നാണ് ആ പ്രദേശം സന്ദർശിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും തോന്നുന്നു. കാരണം ഈ വെടിക്കെട്ട് ഉണ്ടല്ലോ, ഇത് ഇന്നോ ഇന്നലെ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതല്ല. എത്രയോ വർഷങ്ങളായിട്ട് അവിടെ തൃശ്ശൂർ പൂരത്തിനായിട്ട് ഈ വെടിക്കെട്ട് നിർമ്മാണം അവിടുന്ന് നടക്കുന്നുണ്ട്. അത്തരം ഒരു സ്ഥലത്ത് യാതൊരു സുരക്ഷാ സംവിധാനവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെ ഒരു സുരക്ഷാ സജ്ജീകരണങ്ങളും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. 3:30 ദുരന്തമുണ്ടായതിനു ശേഷം 1 മണിക്കൂർ പിന്നിട്ടിട്ടാണ് ഈ ഫയർഫോഴ്സിന്റെ വണ്ടി പോലും വരുന്നത്. അവർക്ക് പോലും അവിടെ എത്തിച്ചേരാനായിട്ട് റോഡ് പോലും നിർമ്മിക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് സുരക്ഷാ വീഴ്ചയുടെ കാരണത്താൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ അപകടമല്ലേ. ഇപ്പൊ 16 മരണം. അതെ, മരണം നമ്പർ വളരെ കൂടുതലാണ്. എനിക്ക് അതിനകത്ത് 2 തരത്തിൽ അഭിപ്രായമുണ്ട്. ഈ പറയുന്ന പോലെയുള്ള ഒരു വാഹനം പോകാൻ പറ്റാത്ത റോഡിന്റെ ഗതാഗതം ഉണ്ടോന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഞാനവിടെ ഒരിക്കൽ ഒരു പ്രാവശ്യം ഇതിൽ പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ലോറി കയറാൻ വഴിയുണ്ടെന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് വെടിക്കെട്ട് സാധനങ്ങൾ കൊണ്ടുവന്നത് എങ്ങനെയാ? അത് ഫ്ലൈറ്റിൽ അവിടെ നിന്ന് ലിഫ്റ്റ് കൊണ്ടുപോകുന്നല്ലോ. യാത്രാ സൗകര്യം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഫയർ എഞ്ചിനുകൾ വന്നു തൊട്ട് ചുറ്റി കറങ്ങി വരാനുള്ള സൗകര്യം അവിടെ ഇല്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷെ സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ പോരാന്നുള്ളതും വസ്തുതയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് ആരാണ്? ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് കൃത്യമായിട്ട് അന്വേഷണം നടത്തി വെടിക്കെട്ട് നിർമ്മാണശാലയ്ക്കുള്ള ലൈസൻസ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇയാൾക്ക് ലൈസൻസ് ഉണ്ടല്ലോ. ഞാൻ മനസ്സിലായത് കോട്ടയത്തുകാരനെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ലൈസൻസ് ഉണ്ട്. അയാൾക്ക് ലൈസൻസ് ഉണ്ടെന്ന് മാത്രമല്ല, അയാൾ തൃശ്ശൂർ പൂരത്തിന്റെയും പാവറട്ടി പള്ളിയിലെ പെരുന്നാളിന്റെയും അതുപോലെ മറ്റൊരു അമ്പലത്തിന്റെയും കൂടി ഉണ്ട്. ഈ 2-3 സ്ഥലത്ത് അയാൾ ഒന്നിച്ചയാൾ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പണി ചെയ്യുന്ന ആൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തു കൊടുത്തെന്ന് ഉദ്ദേശിക്കുന്നത് സർക്കാരിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥ രണ്ടാമത്തെ വശമാണ്. സർക്കാരിന്റെ കെടുകാര്യസ്ഥ എന്നുള്ളത് എനിക്ക് തർക്കമൊന്നും കാര്യത്തിലില്ല. സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കളക്ടർ അടക്കമുള്ള ആളുകള് ഇത്തരം വിഷയങ്ങളോട് എടുക്കുന്ന സമീപനം വളരെ നിഷേധാത്മകമാണ്. അപ്പൊ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അവിടെ ഗതാഗത സൗകര്യം അവിടെ ഒരുക്കാമായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായിട്ട് പാലിക്കാമായിരുന്നു. ഇതൊന്നും അവിടെ പാലിച്ചിട്ടില്ല. ഈ മനുഷ്യ ജീവന് യാതൊരു വിലയുമില്ല കേരളത്തിൽ നിന്ന്. ഇപ്പോഴത്തെ കാലത്ത് കേരളത്തിൽ പോലും വിലയില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. അതാണ്. ഒരു കാലത്ത് കേരളത്തിൽ മനുഷ്യജീവന് വിലയുണ്ടായിരുന്നു. ഇന്നിപ്പോ കേരളത്തിൽ മനുഷ്യജീവന് വിലയില്ല. ഇപ്പൊ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ ഒരു തൃശ്ശൂർക്കാരന്റെ പൊതുവികാരാണ്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് വെടിക്കെട്ട് വേണമെന്ന അഭിപ്രായമില്ല. കരിയും കരിമരുന്ന് രണ്ടും വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ ഞാൻ ഇന്നലെ സംസാരിച്ച ഒരു തൃശ്ശൂർക്കാരുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒരാളാണ്. അതിന്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടിയാൻ പറഞ്ഞൊരു വസ്തു എന്താണെന്നുണ്ടെങ്കിൽ, വെടിക്കെട്ട് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ആന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ പൊതുവികാരമാണ്. ഈ പൊതുവികാരമായിരിക്കുന്ന വെടിക്കെട്ട് വേണ്ടെന്ന് വെക്കാൻ ആര് തീരുമാനിച്ചാലും തൃശ്ശൂരിലെ ആളുകൾ ഒന്നടങ്ങുവാൻ എതിർക്കും. ഇത് നമുക്ക് ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ സാധ്യമല്ല. ഇപ്പൊ നമുക്കിരുന്ന് എറണാകുളത്ത് ഇരുന്ന് ആലോചിക്കുന്ന ആളുകൾക്ക്, തിരുവനന്തപുരത്ത് ഇരുന്ന് ആലോചിക്കുന്നവർക്ക്, കണ്ണൂരിൽ ഇരുന്ന് ആലോചിക്കുന്നതിനെ സംബന്ധിച്ച് ഈ വെടിക്കെട്ട് അനാവശ്യം എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷെ തൃശ്ശൂർക്കാരന്റെ മനസ്സ് പലപ്പോഴും വെടിക്കെട്ടിന്റെ കൂടെയാണ്. അതിന് ജാതിയുടെ വ്യത്യാസമില്ല, അതിന് മതത്തിന്റെ വ്യത്യാസമില്ല, അതിന് രാഷ്ട്രീയത്തിന് വ്യത്യാസമില്ല. കക്ഷി രാഷ്ട്രീയത്തിന് ഉപരിയായിട്ടുള്ള ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ അവിടെ പഴയ മന്ത്രിയായിരുന്ന സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിന്റെ കെ മുരളീധരൻ അവിടെ പലപ്പോഴും വരുന്ന ആളാണ്. BJPയുടെ സുരേഷ് ഗോപി അവിടെ വരുന്ന ആളാണ്. ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും മത ജാതി വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽപ്പെട്ട ആളുകള് അവരൊക്കെ പൂരത്തിന്റെ ഭാഗമാണ്. അത്തരം ഒരു പൂരം നമ്മൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ വെടിക്കെട്ട് വേണ്ടാന്ന് വെക്കുന്നതും സർക്കാരിന്റെ കെടുകാര്യസ്ഥയും രണ്ടാവും. കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥ എല്ലാ മേഖലയിൽ അങ്ങനെ കെടുകാര്യസ്ഥ തന്നെയാണ്. ഈ കെടുകാര്യസ്ഥയുടെ ചെറിയ ലക്ഷണങ്ങൾ മാത്രമാണ് നമ്മളവിടെ കണ്ടത്. പക്ഷെ അവിടെ സംഭവിച്ചത് പ്രധാനമായിട്ട് തൃശ്ശൂരിൽ നിലവിൽ ഇന്നേ വരെ 16ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതില് പഴയ മന്ത്രിയായിട്ടുള്ള സുനിൽകുമാർ അദ്ദേഹം ഈ അപകടം സംഭവിച്ച സമയത്ത് പറഞ്ഞത് എന്താണ്? ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്തിട്ടും എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അറിയില്ല. ഇതിന് പിന്നിൽ മറ്റ് ദുരൂഹതകൾ ഒരുപക്ഷെ ഉണ്ടാകാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്ത് സുരക്ഷാ സംവിധാനമാണ് ഈ വെടിക്കെട്ട് പുരയുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും നമുക്ക് ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഇത്രയും കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള നിർമ്മാണം കൈകാര്യം ചെയ്യുന്ന ഇതുപോലുള്ള ഓലപ്പുരകൾ അല്ലെങ്കിൽ ചെറിയ മുറികളുള്ള ഈ പുരകൾ, അതിന് ഒരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് അകമ്പടിയായിട്ട് ഒരു ഫയർഫോഴ്സിന്റെ വാഹനം എപ്പോഴും കൂടെ ഉണ്ടാകും.
ഇത്തരത്തിൽ വലിയ എക്സ്പ്ലോസീവ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് കുറച്ച് ദിവസമെങ്കിലും ഒരു ഫയർഫോഴ്സിന്റെ വണ്ടി വേണമായിരുന്നില്ലേ എന്നുള്ളത് ആ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അല്ല, അവിടെ അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരാവുന്നതാണ്. അങ്ങനെ യാതൊരു സൗകര്യങ്ങളും അവിടെ കൊടുത്തിട്ടില്ല. ഇതിന് ലൈസൻസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈസൻസ് കൊടുത്ത ആളുകൾ പ്രോപ്പർ ചാനലിലുള്ള ലൈസൻസ് ആണ് കൊടുത്തേക്കണമെന്നുള്ള എനിക്ക് സംശയമുണ്ട്. കാരണം പ്രോപ്പർ ചാനലിലാണ് കൊടുത്തെങ്കിൽ ഈ തരം ചില സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുക്കാൻ ഒരു ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരു സേഫ്റ്റി മെഷേഴ്സ് അവിടെ എടുത്തിട്ടില്ല. പക്ഷെ വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇപ്പൊ സുനിൽകുമാർ പറഞ്ഞത് ആ ഒരു അടിസ്ഥാനത്തിലാകാനാണ് സാധ്യത. വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിന് പഴയ കാലത്ത് ലൈസൻസ് കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമൊന്നുമില്ലല്ലോ. ഇന്ന് സർക്കാരിന്റെ ചെയ്തികൾ അതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സർക്കാരിൻ്റെത്. ഇത് പൊട്ടിത്തെറിച്ചാലെന്ന് മരിച്ചാലെന്ത് ആരെവിടെ പോയാലെന്ന് കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് സർക്കാരുകൾ ജീവിക്കുന്നത്. ഇതൊരിക്കലും നല്ല ലക്ഷണമല്ല. കാരണം ഇവിടെ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് നിരവധി സ്ഥലങ്ങളിൽ വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. പാവർട്ടി പള്ളിയിൽ നടക്കുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു കമ്പാരിസൺ ഇല്ലാത്ത ലോകത്തിന്റെ മാതൃകയായിരിക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ വലിയ വെടിക്കെട്ട് കാര്യങ്ങൾ നടക്കുന്നു. അതിന്റെ അപ്പുറത്തുള്ള എല്ലാ നിരവധി സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഈവൻ ടു വടക്കഞ്ചേരിയുടെ ചുറ്റുപാടും ഉള്ള എല്ലാ പാടശേഖരങ്ങളിലും ഇത്തരത്തിൽ വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനോടൊക്കെ സർക്കാരിന്റെ സമീപനം ഏതാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുള്ള ആളുകളുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിൽ നിന്ന് പരമാവധി കൈക്കൂലി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇതൊരു കൈക്കൂലി വാങ്ങിക്കേണ്ട സെന്റർ അല്ലാതെ അവിടെയുള്ള ആളുകൾക്ക് നയനാനന്ദകരമായിരിക്കുന്ന വെടിക്കെട്ടുകൾ ദർശിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തില് ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വലിയ പരാജയമുണ്ട്. സർക്കാരിന്റെ കാര്യത്തിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ഈ സംഗതി അത്യാവശ്യമാണ്. അവിടെ രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളും വെടിക്കെട്ടിനെയും കരിയെയും കരിമരുന്നിനെയും ഒരേപോലെ തന്നെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അവരുടെ സ്നേഹം ഇങ്ങനെ തെറ്റാവുക. അപ്പൊ ഞാൻ പറഞ്ഞ ആളെ എന്നോട് ചോദിച്ചത്, ഇപ്പൊ ഇതിന്റെ പേരിൽ ഞങ്ങള് കരി നിരോധിക്കണം അല്ലെങ്കിൽ കരിമരുന്ന് നിരോധിക്കണം എന്നൊക്കെ താങ്കളെ പോലെ ആവശ്യപ്പെട്ടാല് നാളെ ഈ ഏതെങ്കിലും അപകടം ഉണ്ടാകുന്ന സമയത്ത് വാഹനം നിയന്ത്രിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടായി, ഫ്ലൈറ്റ് നിരോധിക്കാൻ പറ്റുമോ? അത് നിരോധിക്കാൻ സാധ്യമല്ല. ഈ നിരോധിക്കുന്നതിന് പകരമായിട്ട് ഇവിടെയുള്ള സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് ആളുകളുടെ സ്വത്തിനും ജീവനും സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തില് അതിന് സർക്കാർ എത്രത്തോളം ബദ്ധശ്രദ്ധരാണ് എന്നുള്ളതാണ് വലിയ പ്രശ്നം. അത് ഒരുപക്ഷെ ഗൗതം പറഞ്ഞ പോലെ എനിക്കും തോന്നിയത് ഒരു അത്യുത മാർക്കല്ല. സർക്കാർ നേരത്തെ വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കായിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഉദ്ദേശം പ്രധാനമായിട്ട് മറ്റെന്തോ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. വെടിക്കെട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ചില ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തു. ഈ വർഷം അതിനേക്കാൾ കൂടുതൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ പലവട്ടം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത് വെടിക്കെട്ട് വേണ്ട എന്ന് അതിന്റെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളവരും എനിക്ക് വളരെ ബലമായ സംശയമുണ്ട്. അതായത് കേരളത്തിലെ പടക്ക നിർമ്മാണം അല്ലെങ്കിൽ പടക്ക വിൽപ്പന ഇല്ലാതാക്കണം. കേരളത്തിൽ പടക്ക നിർമ്മാണം എന്നുള്ള കണക്കൂട്ടുന്ന നിർബന്ധമില്ല. കാരണം പടക്ക നിർമ്മാണത്തിന് വേണ്ടി ചൈനീസ് പടക്കം വെച്ചിട്ട് വേണ്ടി നിർമ്മിക്കാം. പക്ഷേ തൃശ്ശൂർ പൂരം പോലെയുള്ള പരമ്പരാഗതമായിരിക്കുന്ന വളരെ നയനാനന്ദകരമായിരിക്കുന്ന ആളുകൾക്ക് സുഖം പകരുന്ന ഈ തരം വെടിക്കെട്ടുകൾ ഇല്ലാണ്ടാവുന്ന സമയത്ത് കേരള തനിമയാണ് ഇല്ലാണ്ടാക്കുക. ഈ തൃശ്ശൂർ പൂരത്തിന് വേറെ സമാനതകളില്ല. ആ ലോകത്തില് അതേപോലെയുള്ള ഒരു ഒറ്റ വെടിക്കെട്ടോ അല്ലെങ്കിൽ അതുപോലെ സംഭവങ്ങൾ ഈ കരിയും കരിമരുന്നും ഒക്കെ ഇതേപോലെ പ്രയോഗിക്കുന്ന സ്ഥലം ലോകത്തില് എവിടെയാ തൃശ്ശൂർ ഇല്ലാതെ എന്നുള്ളത്? അപ്പം ഇത് ആസൂത്രിതമായിരുന്നു എന്ന് സംശയിക്കാം. ഇത് ആസൂത്രിതമായിരുന്നു. ഈ പരിപാടികൾ വേണ്ടാന്ന് വെക്കാനുള്ള സർക്കാരിന്റെ കേരള ബോധപൂർവമായുള്ള പരിശ്രമം അത് ഇല്ലാന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് സർക്കാരിന് ഈ പറയുന്ന തൃശ്ശൂർ പൂരം ഇഷ്ടമല്ല. ഈ തൃശ്ശൂർ പൂരം നിർത്തലാക്കണമെന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. കേരള തനിമ ഇല്ലാണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണെന്ന് ഇതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. ആണധികാരത്തിന്റെ ഒരു വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ഇപ്പൊ ഫെമിനിസ്റ്റുകളൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത് അവിടെ ഒരു സ്ത്രീക്ക് പോലും കാലുകുത്താൻ പറ്റില്ല, ആണിന്റെ ജനത്തെ കൊണ്ട് ഇങ്ങനെയുള്ള കുറേയധികം വിമർശനങ്ങൾ ആനയെ കുറിച്ച് വരാറുണ്ട്. അത് ഈ ചില ബോധമില്ലാത്ത സ്ത്രീകൾ പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. അവിടെ എത്ര 10,000 സ്ത്രീകളുള്ള എനിക്കറിയാലോ. ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ പോകുന്ന ആളല്ല. പക്ഷെ ഞാൻ കാണാൻ പോകുന്നില്ല, എന്റെ ഇഷ്ടക്കുറവാന്ന് വിചാരിച്ചാൽ മതി. മറിച്ച് തൃശ്ശൂർ പൂരം മോശമാണെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്
ആണ് അവിടെ ഉള്ള സ്ത്രീകളുടെ പങ്കാളിത്തം. 10,000-കണക്കിന് സ്ത്രീകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ അതിനായിട്ട് എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ ഇരുന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. പരദൂഷണം പറയുന്നതല്ലോ ഫെമിനിസം. ഫെമിനിസം എന്ന് പറയുന്നില്ലെങ്കിൽ സ്ത്രീകളുടെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കാം. ഇത് അത്തരം ഒരു പ്രശ്നമല്ലല്ലോ. ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ ആണുങ്ങൾക്ക് പ്രവേശനം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പുരുഷ സഹായ സംഘങ്ങൾ പ്രതിഷേധിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ തന്നെയുള്ള ഫെമിനിസ്റ്റുകളുടെ ഏർപ്പാട്. ഒരു പ്രസക്തി അതിനകത്തില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാലയിടുന്നത് സ്ത്രീകളാണ്. സമാനമായ രീതിയില് തൃശ്ശൂർ പൂരത്തിന് ആനപ്പുറത്ത് കയറുന്നത് സ്ത്രീകളല്ല പുരുഷന്മാരാണ്. അതിനെന്താ തെറ്റുള്ളത്? ഓരോ ആളുകളുടെ പണിയല്ലേ. ഈ പറയുന്ന ഫെമിനിസ്റ്റുകളല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഫെമിനിസ്റ്റുകളുടെ തീരുമാനം എന്ന് പറയുന്നത് ഇവരെവിടെയാണ്? ഇവർക്ക് ഫെമിനിസം എന്താണെന്ന് ഇവർക്കറിയാമോ? എവിടെയാണ് ഫെമിനിസം ആദ്യമായിട്ടുണ്ടായത്? ഇവരൊന്ന് പറയട്ടെ. അതിനകത്ത് ഇവരുടെ റോൾ എന്തായിരുന്നു? മറിച്ച് ഈ പറയുന്ന തൃശ്ശൂർ പൂരം പോലെയുള്ള ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കലക്കാൻ വേണ്ടിയിട്ട് ഏത് ഫെമിനിസ്റ്റുകൾ തയ്യാറായാലും ഇതെല്ലാം സാമാന്യ നിലയ്ക്ക് പറഞ്ഞാൽ കേരള വിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അങ്ങ് പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് പറയാം. ഇവിടുന്ന് വാഹന സൗകര്യമില്ലായ്മ. അവിടുന്ന് സാധാരണ ഈ നിർമ്മിച്ച വെടിക്കെട്ടുകൾ ചെറിയൊരു വാഹനത്തിലാക്കി റോഡിൽ കൊണ്ടുപോയി അവിടുന്ന് വലിയൊരു വാഹനത്തിൽ പിന്നീട് കയറ്റിക്കൊണ്ടുപോവുക ചെയ്യുക. ഈ പ്രദേശത്തേക്ക് വരാനായിട്ട് ചെറിയൊരു വാഹനത്തിനെ സൗകര്യമുള്ളൂ. പക്ഷെ നിലവിൽ 16 മരണം. ഈ 16 എന്ന മരണത്തിന് നമുക്ക് കുറയ്ക്കാമായിരുന്നു. ഒരു പക്ഷേ അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം സ്ഥിരമായിട്ട് വിന്യസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറയ്ക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെ വാഹനം വന്നത് JCB ഉപയോഗിച്ച് വഴിയടക്കം നിർമ്മിച്ച് ഉണ്ടാക്കിയിട്ടാണ് അവിടെ എത്തിപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയൊരു ലൈസൻസ് കൊടുത്തത് ഈ തരത്തിൽപ്പെട്ട സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കാമോ? ഫയർ എഞ്ചിൻ വരാത്ത ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് എങ്ങനെയാണ് ഒരു ലൈസൻസ് കൊടുക്കുക? അങ്ങനെയാണ് ലൈസൻസ് കൊടുത്ത ആളടക്കം ഈ കാര്യത്തിൽ കുറ്റവാളികളാണെന്നാണ് എന്റെ അഭിപ്രായം. അവർക്ക് ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട്. അവരൊക്കെ എങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്നും അറിയിക്കുക? കാരണം ഫയർ എഞ്ചിൻ വരാത്ത ഇപ്പൊ നമ്മൾ ഒരു കെട്ടിടം വയ്ക്കുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ ഒരു മേള നടത്തുകയാണ്. ആ മേളയിൽ ഫയർ എഞ്ചിൻ വരണ്ടേ? ഫയർ എഞ്ചിൻ വരാനുള്ള സ്പേസ് അവിടെ വിടണമെന്നാണ് അതിന്റെ നോംസിൽ പറയുന്നത്, പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇങ്ങനെ ആരാ ലൈസൻസ് കൊടുക്കുക? അപ്പൊ അങ്ങനെ ലൈസൻസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈസൻസ് കൊടുത്ത ആളുകളെ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. അവർക്ക് അല്ലെങ്കിൽ വേറെ ചില താല്പര്യങ്ങളുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. ഈ തരം വിഷയങ്ങൾ കൂടി അന്വേഷിച്ചിട്ട് വേണം ഈ പറയുന്ന ഏതാണെങ്കിലും ഇതിനകത്ത് സർക്കാർ തലത്തിലുള്ള വീഴ്ചകൾ സ്വാഭാവികം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രദേശം, ഇങ്ങനെ ഒരു ശാല, വെടിക്കെട്ട് നിർമ്മാണശാല ഇങ്ങനെയാണോ പരിപാലിക്കേണ്ടത് എന്നുണ്ട്. അതും ഇത്രയും വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്നത്. അവിടെ ഏത് രാത്രിയും ഏത് പാതിരാത്രിയും ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം. ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ ഇതില്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ആ പ്രദേശത്ത് നിന്ന് താങ്കൾക്ക് ഒരുപാട് മദ്യക്കുപ്പികളും അതോടൊപ്പം തന്നെ സിഗരറ്റ് കുറ്റികളൊക്കെ കാണാം. അല്ല, അതങ്ങനെ ഞാൻ അങ്ങനെ കേട്ടത്. അതിന് കാരണം ശരിക്കും സത്യത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി വേണം. അവിടെ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് അവിടെ പാലിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. ഇതൊന്നും അവിടെ പാലിച്ചിട്ടില്ല. ഇത് പാലിക്കാതിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളോടൊക്കെ സർക്കാരൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗം കാണിക്കുന്ന ഒരു നെഗ്ലിജൻസ് ഉണ്ട്. ആ നെഗ്ലിജൻസിന്റെ ഭാഗമാണത്. വെടിക്കെട്ട് അതെങ്ങനെ നടന്നാൽ മതി. വെടിക്കെട്ട് നടത്തുന്നവരൊക്കെ കള്ളുടിയന്മാരെന്നുള്ള ധാരണയുണ്ട്. കള്ളുടിച്ചിട്ടാവുന്ന വെടിക്കെട്ടിന് തിരികൊളുത്തു എന്നുള്ള ധാരണ പല സ്ഥലങ്ങളിലുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ആദ്യകാലത്തൊക്കെ നാട്ടിൻപുറത്തൊക്കെ വെടിക്കെട്ടുകളൊക്കെ നടത്തിയിട്ട് പടക്കമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് നാട്ടുകാർ ചേർന്നുള്ള ഏർപ്പാടായിരുന്നു ഇത്. ഇന്നിപ്പോ അതിന് മാറിയിട്ടുണ്ട്. ഇതിപ്പോ കൃത്യമായിട്ട് തൊഴിലാളികൾ ചെയ്യുന്നതാണ്. ആ തൊഴിലാളികൾ ചെയ്യുന്നതിന് കൃത്യമായിട്ട് ലൈസൻസ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ജീവനക്കാർക്ക് ലൈസൻസ് ഉണ്ട്. അത്തരം ഒരു സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലൊരു നെഗ്ലിജൻസ് തികച്ചും അവരെ അലംഭാവം തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം. മറ്റൊരു കാര്യം, ഇതൊരു പ്രദേശവാസി തന്നെ പറഞ്ഞൊരു അഭിപ്രായമാണ്. ഈ വെടിക്കെട്ട് പ്രദേശം എപ്പോഴും നനവോട് കൂടിയിട്ട് ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കുതിർന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് നേരത്തെയൊക്കെ പഴയുള്ള ആളുകളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ നിലവിലുള്ള ലൈസൻസ് ഉള്ള ആളുടെ അച്ഛൻ ഈ രീതിയിലൊക്കെയാണ് ഇത് പരിപാലിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഈ മകനിലേക്ക് ഇത് എത്തിയപ്പം ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുമായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഒരുപക്ഷെ ഈ ദുരന്തത്തിലേക്ക് എത്തിയിരിക്കും എന്നൊക്കെ ഇത്ര പ്രദേശവാസികൾക്ക് അഭിപ്രായമുണ്ട്. അല്ല, അത് ഒരുപക്ഷെ ഈ മകനെത്തിയ ശേഷം അച്ഛന്റെ ഭാഷയിൽ നിന്ന് മാറിയിട്ട് ടോട്ടലി കമ്മ്യൂണിസ്റ്റൈസ് ചെയ്തിട്ടുണ്ടാവാം. അച്ഛൻ ഇതിനകത്ത് ഒരു ആത്മീയ ബന്ധം കൂടി, ആത്മബന്ധം കൂടി ഇതായിട്ടുണ്ടാവാം. ഇപ്പൊ മകന് നിർബന്ധമൊന്നുമില്ല. മകനെ കമ്മ്യൂണിസ്റ്റൈസ് ചെയ്തിട്ടുണ്ടാവാം. അതിൽ എത്ര പണം ലാഭം കിട്ടും, എത്ര ലക്ഷം രൂപ ഇതിൽ നിന്ന് കിട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള പടക്കം കൊണ്ട് അത് എവിടെയെല്ലാം വിതരണം ചെയ്യാൻ സാധിക്കും, അവിടെ നിന്നെല്ലാം പണം വാങ്ങാൻ സാധിക്കുമോ? ഈ താല്പര്യങ്ങളെ അയാൾ ഭരിച്ചിട്ടുണ്ടാവാം. ഇതിനൊക്കെ കാരണം കൃത്യമായ ലൈസൻസിന്റെ പ്രശ്നമാണ്. ഈ ലൈസൻസ് കൊടുക്കുന്നത് കൃത്യമാണോ എന്നുള്ളതാണ് പ്രശ്നം.
ലൈസൻസ് കൊടുക്കുന്നത് ഒരിക്കലും കൈക്കൂലി വാങ്ങിച്ചിട്ടായിരിക്കരുത്. അങ്ങനെ കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുന്ന ലൈസൻസിനെല്ലാം ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്പം ഒരു ആസൂത്രിതമാണെന്നാണ് അവസാനം പറയുന്നത്. അല്ല, ആസൂത്രിതമുണ്ട്, സാധ്യത ഒന്നിനും തള്ളിക്കളയാൻ സാധ്യമല്ല. ഒന്നിന്റെയും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ ആസൂത്രിതമായിരിക്കാം. ഏതാണെങ്കിലും സർക്കാരിന്റെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ്, ആ നെഗ്ലിജൻസ് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്.